കരയിപ്പിച്ച ബുദ്ധിമുട്ടിച്ച കാര്യം എന്തായിരുന്നു ഈ സിനിമയുടെ സ്ക്രീനിങ്? ദുബായിക്കുള്ള വിസ വല്ലതും നോക്കണം, സിനിമ പഠിക്കുമ്പോ നമ്മൾ ഒരു ദുശീലമില്ലാത്ത ദുഷ്ടന്മാരെ കണ്ടു. ആകെ ഒരു ദുശീലം ദുഷ്ട. നമ്മുടെ കേസിൽ ആ പരിപാടി ആദ്യമേ പാളി. മഞ്ഞുമൽ ബോയ്സിന്റെ സെറ്റിൽ നിന്ന് എന്നെ അടിച്ചുകൊണ്ടാണ് എനിക്ക് ഓരോ ഡൂപ്പിട്ടിട്ട് അഭിനയിച്ചോണ്ടിരിക്കുന്നത്. അവിടെയാണ് ബാലു സൗബിൻ. പിന്നെ അഭിനയിക്കുന്നുണ്ട്, പക്ഷെ ഡൂപ്പിട്ട് ഞാൻ മഞ്ഞുമൽ ബോയ്സിന്റെ സെറ്റിൽ പോയാണ് ഡയറക്ടറെ കാണുന്നത്. ഞാൻ ശരിക്കും കരഞ്ഞുപോയി. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അന്ന് എനിക്ക്. ഫിസിക്കലി ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. അപ്പൊ അന്ന് എനിക്ക് ഭയങ്കര ഫിസിക്കലി ഇതുകൊണ്ട് എനിക്ക് വിഷമം വന്നു. ജനറലി നടന്മാർക്ക് ഭയങ്കര ഒരു എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു കരിയറും പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ ആക്ട്രസസിന് ജനറലി ഒരു ഫ്ലറിഷും പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ എന്തൊക്കെയൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവരുടേതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് പുറകോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. നടികർ കാണുമ്പോൾ എന്തായാലും ആ 3 സിനിമയുടെ കഥ നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലെ. ഒരു സൈഡ് ബ്ലൈറ്റ് ആയിട്ട് വീട്ടിലിരിക്കുമ്പോ എന്താ അവിടെ ഭയങ്കര ഒരു മെന്റൽ ട്രോമയെ കൂടി കുറച്ച് പോയി ആ അവസ്ഥയിലേക്ക് കന്നഡ വെച്ച് പലതട്ട് നിൽക്കണ അവസ്ഥയിലേക്കായി. ഈ സൈഡ് കാണാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ എന്നിട്ട് വിളിച്ചിട്ട് ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞിട്ട് ഓക്കെ ആയി, ഇനി വലിയ പ്രശ്നവുമില്ല. അപ്പൊ ഞാൻ ഉറപ്പ് വരുത്തിയിട്ട് പുലികത്തി കൊള്ളാനുള്ള കണ്ണി കൊണ്ടെന്ന് വിചാരിച്ചാൽ നമുക്ക് പടം 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ കൂടുതൽ പറ്റത്തില്ല. ഞാൻ എടുത്ത പടം 3 മണിക്കൂർ. നേരത്തെ പറഞ്ഞില്ലേ ഹീറോ ഹീറോയിൻ പൊളിറ്റിക്സ് ആണ്. 2.5 മണിക്കൂർ പക്ഷെ OTT-ലുണ്ട്. എന്നാലും കൂടുതൽ പോയേക്കണ എന്റെ അല്ലേ? അല്ലല്ല അതല്ല, മൊത്തം പോയേക്കണം. മൊത്തം പടത്തിൽ നിന്ന് കട്ട് ചെയ്ത് പോയത് പോയിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് everybody to our show. In Focus-ൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു സിനിമയെ കുറിച്ചാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ദ ടീം നടിക്കർ വിത്ത് us today. ആൻഡ് എല്ലാവരും ഒന്ന് നമുക്ക് ക്വിക്ക്ലി പരിചയപ്പെടാം. നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്നറിയാം, എന്നാലും തന്നെ ജസ്റ്റ് ഫോർ ദ ഫോർമാലിറ്റി സേക്ക്, ബാലു വർഗീസ്, ഭാവന, ടോവി, ജീൻ ആൻഡ് സുവി. സുവി ആണ് റൈറ്റർ. ബാലു ഓഫ് കോഴ്സ് യു നോ ഹിം. Everybody else is of course a very familiar face. So welcome to our show. Thank you. Yeah. And first thing, Jean, നടികർ എന്ന പേര് ആരാണ് സജസ്റ്റ് ചെയ്തത്? നടികർ ആക്ച്വലി കാരണം പടം തുടങ്ങിയിട്ട് ഒരുപാട് കാലമല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യം ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്തത്. നടികർ നമ്മൾ ഇതല്ലായിരുന്നല്ലോ വേറെ എന്താ പേര് ആദ്യം ആലോചിച്ചത്? പേര് മാറ്റിയതാണല്ലോ. അത് കുറച്ചു നീളം കുറച്ചു. പക്ഷെ ഈ പേര് നടികർ എന്നുള്ള അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? പപ്പയാണ് നടികർ തിലകം സജസ്റ്റ് ചെയ്തത്. പക്ഷെ നമ്മൾ നടികർ തിലകത്തിന് മുമ്പ് വേറെ ഒരുപാട് ഇതേപോലത്തെ പേരുകളൊക്കെ ആലോചിച്ചിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഡിസ്കഷനിലാണ് തോന്നുന്നു അതിങ്ങനെ വന്നത്. ഫസ്റ്റ് നമ്മുടെ പേര് ഇതല്ലായിരുന്നു ആക്ച്വലി. അതെന്താണെന്ന് സത്യം ബ്ലോക്ക് ബസ്റ്റർ ബ്ലോക്ക് ബസ്റ്റർ എന്നായിരുന്നു. അപ്പൊ ഞാൻ ഈ ടീസർ കണ്ടപ്പോഴേ അതിനകത്ത് ഈ ഉണ്ണിമുഖത്തിന്റെ റെഫറൻസ് ഉണ്ടല്ലോ, നിങ്ങൾ പെർമിഷൻ എടുത്തിട്ടാണോ ടീസർ വെച്ച്? ഉണ്ണിക്ക് ഞാൻ ആ ബിറ്റ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉണ്ണി പറഞ്ഞ് കുറെ ചിരിച്ചു വന്നിട്ട് ഉണ്ണി പറഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് പണി കിട്ടും, ഞാൻ എല്ലാരും അൺഫോളോ ചെയ്തു. ഞാൻ നോക്കിക്കൊണ്ട് ഫോളോയിങ് ചെയ്തോ. അപ്പൊ ആരെ ഫോളോ ചെയ്യുന്നില്ല. നമുക്ക് ഈ പടത്തിലുള്ള കുറച്ച് റെഫറൻസസും പരിപാടികളൊക്കെ ഉള്ളത് കാരണം സിനിമയാണല്ലോ, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കുറച്ചുണ്ട്. അതൊക്കെ നമ്മളെല്ലാവരുടെ അടുത്തും പേഴ്സണലി പോയി സംസാരിച്ച് പെർമിഷൻ എടുത്തു. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുന്ന ഇവരുടെ നേരത്തെ ചെല്ലുമ്പം അതിലൊന്നും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അവിടെ വളരെ നല്ല സെൻസിലാണ് എടുക്കുന്നത്. ഇതെല്ലാം പടത്തിൽ വന്ന് ആൾക്കാരത് ട്രോളാക്കി കഴിയുമ്പോഴത്തേക്കാണ് അവർക്ക് ദേഷ്യം വരുന്നത് തോന്നുന്നു. എല്ലാവരോടും നമ്മൾ ചോദിച്ചത്. ജീൻ, ഈ സ്റ്റോറി ഒരു ഓഡിയൻസ് എന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്. ഞാൻ ഈ സിനിമ കാണാൻ പോകുമ്പോൾ ഞാൻ വാട്ട് ഇസ് ദാറ്റ് ഐ ഷുഡ് എക്സ്പെക്ട് ഫ്രം ദ മൂവി? Any of you can take the answer. ഇതിനൊരു സ്ട്രക്ചർഡ് കോൺവെർസേഷൻ അല്ല ഇത്. Like if you asking me, ആൾക്കാർ ഐ വിഷ് പീപ്പിൾ ടേക്ക് എ ജേർണി വിത്ത് ദ സ്റ്റാർ. അതായത് അവരുടെ ഒരു സ്റ്റാറിൻ്റെ ലൈഫിൽ കൂടി ഇപ്പം നമ്മൾ കാണുന്ന വളരെ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ആണെങ്കിലും ഈ വീഡിയോ ആണെങ്കിലും അവരിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പിന്നെ അവരുടെ പടങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ സങ്കല്പിച്ചെടുക്കുന്ന ഒരു ആളാണല്ലോ ഹീറോ. അവരുടെ പേഴ്സണൽ ലൈഫ് എന്താണ്, ട്രോമ എന്താണ്, അല്ലെങ്കിൽ പേഴ്സണലി ഒരു എന്തൊക്കെയാണ് അവർ കടന്നു പോകുന്നത്, വൈ ആർ ദേ ലൈക്ക് ദിസ് നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല ആഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പം വാട്ട് ഐ എം ട്രൈ ടു ഡു ഇസ് ഇങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ നമ്മൾ അയാളുടെ പേഴ്സണൽ ലൈഫിലേക്കും പ്രൊഫഷണൽ ലൈഫിലേക്കും അയാളുടെ സക്സസ്സിലേക്കും ഫെയിലിയറിലേക്കും ഒക്കെ ഒരു യാത്ര ചെയ്യുക എന്നുള്ളതാണ്. സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഐ ബിലീവ് സൂപ്പർ സ്റ്റാർസ് ഇൻ ദ മൂവീസ് ആൻഡ് ഇൻ റിയൽ ലൈഫ് as well.
പക്ഷേ സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു ടാഗ് ആ ഒരു ക്യാരക്ടറിനുണ്ടോ, ഭാവനയുടെ ക്യാരക്ടറിനും ടോവിയുടെ ക്യാരക്ടറിനും അതുണ്ടോ? ആൻഡ് ഹൗ ഡിഫറെന്റ് ഇസ് ദിസ് ക്യാരക്ടർ? കുറച്ചൊക്കെ സെൽഫ് പ്രൊക്ലെയിംഡ് സൂപ്പർ സ്റ്റാർ ആയിരിക്കും ഡേവിഡ് പടിക്കൽ. അല്ലെങ്കിൽ അങ്ങനെ ഒരു 3 സിനിമയൊക്കെ ഹിറ്റായപ്പോൾ കിട്ടിയ. പക്ഷെ സൂപ്പർ സ്റ്റാർഡത്തിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ആ ടാഗ് ഉണ്ട് ഈ സിനിമയിൽ. എന്തായാലും ഡേവിഡ് പടിക്കൽ സൂപ്പർ സ്റ്റാർ ആയിട്ട് തന്നെയാണ്. ആക്സിഡന്റൽ സൂപ്പർ സ്റ്റാർ എന്ന് പറയാം. ആക്സിഡന്റ് സൂപ്പർ. ഭാവനയുടെ റോൾ എങ്ങനെയാണ്? വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു? ഞാനൊരു ആക്ട്രസ് ആയിട്ട് കണ്ടായിരുന്നു. ഒരു ആക്ട്രസ് ആണ്. ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ആക്ട്രസിനെ കാണിക്കുന്നുള്ളൂ, അല്ല അങ്ങനെ സൂപ്പർ സ്റ്റാർ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. ആൻ ബാവ എന്നാണ് പേര്. സോ പിന്നെ എനിക്കത് കൂടുതൽ പറയാൻ പറ്റില്ല ബിക്കോസ് അതിന്റെ എലമെന്റ്സ് ഐ ക്യാൻ ഡൈവ് ഇൻടു ദാറ്റ് പൊളിറ്റിക്സ് എ ലിറ്റിൽ ബിറ്റ്. അതായത് ഇപ്പം ബേസിക്കലി നമ്മളിപ്പം പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ജനറലി നടന്മാർക്ക് ഭയങ്കര ഒരു എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു കരിയറും പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ ആക്ട്രസസിന് ജനറലി ഒരു ഫ്ലറിഷും, പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ എന്തൊക്കെയൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവരുടേതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് പുറകോട്ട് പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പം അങ്ങനെ ഒരു വളരെ ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന ഒരു ആക്ട്രസിന്റെ കൂടെ ഹീറോ ആയിട്ട് വരുന്ന ആളാണ് ആദ്യ സിനിമ ഡേവിഡിന്റെ ക്യാരക്ടർ. എൻ്റെ ആദ്യ സിനിമയിലെ നായികയാണ്. പിന്നീട് ഇവർ രണ്ടുപേരും അവരുടെ 2 കരിയർ ഗ്രോത്തിൽ ഇയാള് പൊങ്ങി 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 പോവുകയും അവരൊരു സ്ഥലത്ത് വന്ന് സ്റ്റാഗ്നന്റ് ആവുകയും ചെയ്യുക എന്ന് പറയുന്നൊരു ചെറിയൊരു പൊളിറ്റിക്സും. ഇതിനകത്തൊരു ചാലഞ്ച് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനു മുമ്പ് കുറേ സിനിമകൾ അങ്ങനെ അബൌട്ട് ഫിലിം സ്റ്റാർസ്, ഉദയനാണ് താരം, അങ്ങനത്തെ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊന്നും മാറ്റിപ്പിടിക്കുക അല്ലെങ്കിൽ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് നൽകുക എന്നുള്ളൊരു ചാലഞ്ച്. 1-2 വ്ളോഗേഴ്സ്, നിങ്ങൾക്ക് പൊതുവേ ഫിലിം ക്രിറ്റിക് വ്ളോഗേഴ്സിന് ഇഷ്ടമല്ലാതെ അറിയാം, എന്നാലും 1-2 വ്ളോഗേഴ്സ് അങ്ങനെ ഒരു റെഫറൻസ് കൊടുത്തിരുന്നു ഓൾസോ ദാറ്റ് ദേ ഹാവ് അതർ മൂവീസ് വിച്ച് ലുക്സ് സൗണ്ട് സിമിലർ. അപ്പോൾ അതെങ്ങനെയാണ്? ഹൗ ഡിഡ് യു അപ്രോച്ച് ദ മൂവി ഡിഫറെന്റ്? നോർമലി ഇപ്പം നമ്മളിപ്പം സിനിമയ്ക്കുള്ളിൽ ന്യൂസ് റീഡേഴ്സിനെ കാണിക്കുമ്പോൾ ഭയങ്കര എക്സാഗ്രേറ്റഡ് ആയിട്ടൊരു കാരിക്കേച്ചർ, ഒരു കാർട്ടൂൺ പോലെയാണല്ലോ, കുറച്ച് ഓവറായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ സിനിമയ്ക്കുള്ള സിനിമ കാണിക്കുമ്പോൾ നോർമലി നമ്മുടെ സിനിമകളിൽ കുറച്ച് എക്സാഗ്രേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളത് ജെന്യുവനായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ആ ഒരു പാർട്ടിൽ നമ്മൾ സിനിമയ്ക്കുള്ള സിനിമയിൽ ആ ഒരു ഡെപ്തിലോട്ട് പോയി. സിനിമയ്ക്കുള്ള സിനിമയിൽ എനിക്ക് തോന്നുന്നു എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും നമ്മൾ കാണിക്കുന്നുണ്ട്. സിനിമ എന്ന് പറഞ്ഞാൽ സംവിധായകൻ, നടൻ, എഴുത്തുകാരൻ, നടി, ഇതല്ല. ഇതിനപ്പുറത്ത് എത്രയോ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അത് ഒരു ഡിപ്പാർട്ട്മെന്റ്സും ഓരോ ഡിപ്പാർട്ട്മെന്റിലും ചീഫും ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഡിസൈൻ ചെയ്യുന്ന ആളുണ്ടാവും, സ്റ്റിച്ച് ചെയ്യുന്ന ആളുണ്ടാവും, നമുക്ക് എടുത്തു തരുന്ന ആളുണ്ടാവും. അങ്ങനെ കുറേ ഇതുണ്ട്. അതുപോലെ ഇപ്പോൾ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ മേക്കപ്പ് ലുക്ക് എങ്ങനെയാണെന്ന് സെറ്റ് ചെയ്യാൻ ഒരാളുണ്ടാവും, അത് കഴിഞ്ഞ് മുടി വെട്ടാൻ ഒരാളുണ്ടാവും, നമുക്ക് മേക്കപ്പ് ചെയ്യാൻ ഒരാളുണ്ടാവും, അത് കഴിഞ്ഞ് ചിലപ്പോൾ സ്പെഷ്യൽ എഫക്ട്സ് മേക്കപ്പ് ചെയ്യാൻ ഒരാളുണ്ടാവും. ഇങ്ങനെ ഉണ്ടാവും. ഞാൻ പറയുന്നത് ഇതേപോലെ കുറേ പേര് വർക്ക് ചെയ്യുന്നൊരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. സ്ക്രീനിൽ കാണുന്ന അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് കാണുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെ നമ്മൾ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. സിനിമയ്ക്കുള്ള സിനിമയിൽ അങ്ങനെ ഏതെങ്കിലും അധികം സിനിമകളിൽ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അത് മാത്രമല്ല, സാധാരണ സിനിമയ്ക്കുള്ള സിനിമ കാണിക്കുമ്പോൾ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് പറഞ്ഞ പോലത്തെ ഒരു രീതിയാണ് നമ്മൾ സ്ഥിരം കാണാറുള്ളത്. പക്ഷെ ഇതിനകത്ത് ഓരോ സിനിമകളും, ഈ സിനിമ നമ്മളുടെ പടത്തില് 3 സിനിമയുടെ ഷൂട്ട് അങ്ങനെ നമ്മൾ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്തുള്ള ഇപ്പൊ നമ്മള് നടികർ കാണുമ്പോൾ എന്തായാലും ആ 3 സിനിമയുടെ കഥ നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഒരു എനിക്ക് പേഴ്സണലി ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര എന്നെ അട്രാക്ട് ചെയ്ത സംഭവമായിരുന്നു. കാര്യം നമ്മൾ സാധാരണ സിനിമകളിൽ എന്തോ ഒരു കഥ ഇങ്ങനെ നടന്നു പോകുന്നു, അവിടെ ഷൂട്ട് നടക്കുന്നു എന്നുള്ള പരിപാടിയായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഓരോ ഡേവിഡ് പടിക്കലിലെ ഓരോ കഥാപാത്രങ്ങളെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതൊരു അത്രയും ഡീറ്റെയിൽ ജീൻ. അതുപോലെ ഞാൻ ടോവിയോട് ചോദിക്കാൻ ഉദ്ദേശിച്ചത്, ഇപ്പം ജീനോട് നിങ്ങൾ ഈ ക്യാരക്ടർ ഡിസൈനിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് വാട്ട് എക്സാക്ട്ലി ഡിഡ് ഹി വാണ്ട്, വേർ ഡിഡ് യു ആക്ച്വലി, അത് നമ്മളിപ്പോൾ ഒരു ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സിൻ്റെ ഒരു സീസണിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പം എവറിത്തിങ് ഇസ് എ ലിറ്റിൽ എക്സാജറേറ്റഡ്. അപ്പോൾ എന്താണ് ശരിക്കും ജീൻ പറഞ്ഞത്? ഹൗ ഡു യു വാണ്ട് ടു ഹോൾഡ് ദ ക്യാരക്ടർ? ആക്സിഡന്റൽ സൂപ്പർ സ്റ്റാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എക്സാജറേറ്റ് ചെയ്യണ്ടാവും. പുള്ളിയുടെ ലൈഫ് ഇച്ചിരി എക്സാജറേറ്റഡ് ആയിരിക്കും. അപ്പോൾ സാധാരണ നമ്മൾ ഒരു മനുഷ്യനെ കാണുന്നതിനേക്കാൾ ഇങ്ങനത്തെ ഒരു സൂപ്പർ സ്റ്റാർഡത്തിൽ കാണുമ്പോൾ തന്നെ അയാളുടെ വീടും അയാളുടെ കാറും അയാളുടെ ഡ്രസ്സും വരുമ്പോൾ തന്നെ ഇച്ചിരി എക്സാജറേഷൻ ഉണ്ട്. അത് നമ്മൾ എക്സാജറേറ്റ് ചെയ്യണ്ട. റിയൽ ലൈഫിലും ചിലപ്പോൾ അങ്ങനെ കുറച്ച് മറ്റുള്ളവരിൽ നിന്ന് ഇത്തിരി ലൗഡായിരിക്കും ഇയാളുടെ ഈ കാര്യങ്ങൾ. അല്ല, നിങ്ങളുടെ വീട്ടിലൊക്കെ വന്നാൽ അറിയാം. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ വന്ന് ഭയങ്കരമായിട്ട് എക്സാജറേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ആ ഒരു എക്സാജറേഷൻ മിസ് ചെയ്യൂല. കാര്യം ഓൾറെഡി ആ ഒരു എക്സാജറേഷൻ ഉണ്ട് ഇയാളുടെ ലൈഫിൽ. അപ്പോൾ ഞങ്ങള് ഒരു 3 ദിവസം ഞങ്ങള് ഇരുന്ന്, ഞാൻ നേരത്തെ മറ്റേ പർട്ടിക്കുലർ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിരുന്നു, അതായത്
ഞങ്ങള് ഒരു 3 തവണയെങ്കിലും ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ട്, ആദ്യത്തെ തവണ ബാംഗ്ലൂർ നമ്മളിവിടെ ഫ്ലാറ്റിൽ ഇരുന്ന 3 തവണയെങ്കിലും ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് തിയറി അറിയാവുന്ന ആൾക്കാരുമായിട്ട് ഞങ്ങൾ പറഞ്ഞ രണ്ടുപേരായിട്ട് ട്രെയിനേഴ്സുമായിട്ട് ഞങ്ങൾ ഇരുന്നിട്ട് ഷൂട്ടിന് മുമ്പ് ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. അതല്ലാതെയും നമ്മള് ഇപ്പോഴൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ധാരണയും കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്തും എല്ലാ സീനിനും മുമ്പ് നമ്മളിരുന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മള് എന്താ പറയുക, ഡിസ്കഷൻസ് ഇങ്ങനെ കുറേ സംഭവിച്ചിട്ടുണ്ട്. രസമുള്ളൊരു പ്രോസസ്സായിരുന്നു ക്യാരക്ടർ പടത്തിനോടുകൂടി ഇവോൾവ് ചെയ്ത് വരുന്നത്. ഒന്നാമത് നമ്മളിതൊരു ഓർഡറിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയല്ല. അപ്പം ഫ്രം ഡേ 1 to ഡേ ലാസ്റ്റ് ഡേ നമ്മൾ ചെയ്യുന്ന ആ ക്യാരക്ടറിന്റെ ഗ്രോത്തും ഡെവലപ്മെന്റിനെ പറ്റി നമ്മൾ അവെയർ ആയിരിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ സത്യത്തിൽ പടം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ടോബിക്ക് നല്ല കൃത്യമായ ധാരണയുണ്ട്. ഈ ക്യാരക്ടർ ഇന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും പെരുമാറുക, അല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെയായിരിക്കും പെരുമാറുക. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഇതിങ്ങനെ കോട്ട് ചെയ്യുന്നത് ശരിയല്ല, പക്ഷെ ഇപ്പോൾ സരോജ് കുമാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ അവരതിൻ്റെ അകത്ത് ക്യാരക്ടറെ വളരെ ഒരു ഹ്യൂമറിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ക്യാരക്ടറെ ഹ്യൂമറിന് വേണ്ടി അല്ല ഉപയോഗിക്കുന്നത്. നമ്മളുടെ ക്യാരക്ടർ ആക്ച്വലി എന്താണ് ഒരു നടൻ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ വാട്ട് ഡസ് ഇറ്റ് ടേക്ക് ടു ബി എ ഗുഡ് ആക്ടർ എന്ന് പറയുന്നൊരു റിയൽ കോൺസെപ്റ്റാണ് വർക്ക് ചെയ്യാൻ ശ്രമിച്ചേക്കുന്നത്. അപ്പം അതിൻ്റെ ആക്ടിങ് എല്ലാം വളരെ അത് ട്രിക്കിയാണ്. കാരണം നമ്മളൊരു നടനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അകത്ത് അയാളുടെ അഭിനയത്തിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. അത് ആൾക്കാർക്ക് കിട്ടണം, നമ്മൾക്ക് മനസ്സിൽ മാത്രം ഇരുന്നാലും പറ്റത്തില്ല. അപ്പം ഒരു ട്രിക്കി ലൈനായിരുന്നു. അതാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും നല്ല രസമുള്ള പ്രോസസ്സായിരുന്നു അത്. ഭാവനയ്ക്കുള്ള ബ്രീഫ് എന്തായിരുന്നു ഭാവന? എനിക്ക് ഡേവിഡ് പടിക്കലിൻ്റെ ക്യാരക്ടർ ഞാൻ മനസ്സിലാക്കിയത്, ഒരു ന്യൂ ഫേസ് ആയിട്ട് വരുന്ന ഒരു ആക്ടർ ഒരു പടം റിലീസായിട്ട് അതിൻ്റെ സക്സസോട് ഓവർനൈറ്റിൽ സ്റ്റാർ ആവുകയാണ്. അതിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരുപാട് ആക്ടേഴ്സിൻ്റെയും ഒരു ലൈഫ് അങ്ങനെയാണ്. ഒരു സ്റ്റാർ ആവാൻ എനിക്ക് തോന്നുന്നു കുറച്ച് ലക്ക് ഉണ്ടെങ്കിൽ ഒരു പക്ഷെ ആവും. ബിക്കോസ് ഒരു മൂവി ഒരു ഭയങ്കര ഹിറ്റായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഓവർനൈറ്റിൽ ഒരു സ്റ്റാർഡം കിട്ടും. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടഫാണ്. മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ഒരുപാട് ഡെഡിക്കേഷൻ, ഒരുപാട് എഫേർട്ട് ഇടണം. അതിങ്ങനെ മെയിൻറ്റെയിൻ ആയി പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹാൻഡിൽ ചെയ്യാൻ, ആ സക്സസ് ഹാൻഡിൽ ചെയ്യാൻ അറിയണം അതിൻ്റെ. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു മൂവി റിലീസായി കഴിഞ്ഞാൽ ഉടനെയുള്ള മാറ്റങ്ങൾ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് മൂവി ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് സമയം എടുത്തു, ബിക്കോസ് ആൾക്കാർക്ക് എന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ആക്ടർ, ഒരു മെയിൽ ആക്ടറിൻ്റെ ഇതില്ല, അവർ ഉടനെ തന്നെ ഒരു സൂപ്പർ സ്റ്റാർ പോലെ ആവുകയാണ്, ഒരു സ്റ്റാർ ആവുകയാണ്. ദെൻ ഇമ്മീഡിയറ്റ്ലി ഡയറക്ടേഴ്സ് ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ബാക്കി എല്ലാവരും ദേ വോണ്ട് ടു വർക്ക് വിത്ത് ദം. അപ്പം അങ്ങനത്തെ ഒരു റഷ് ഉണ്ടാവും. പക്ഷെ പോകെ ഇവൻച്വലി അവരുടെ ജേർണി എന്ന് പറയുന്നത്, അത് മെയിൻറ്റെയിൻ ആവുന്നത് ഭയങ്കര ടഫാണ്. അത് ഭയങ്കര ശരിക്കും അതിൻ്റെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, സെയിം ടൈം ഭയങ്കര ട്രാജിക്കുമാണ്. കാരണം ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് താഴെ പോകാമെന്നുള്ളൊരു സാധനമുണ്ട്. ഇതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സക്സസ് കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസി അല്ലാത്തൊരു കാര്യമാണ്. ഭാവനയുടെയും ലേയേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, ബിക്കോസ് യു ആർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് അതിലുള്ള ഇൻസെക്യൂരിറ്റീസ് അതൊരു അണ്ടർ കറന്റ് ആയിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. നേരത്തെ ജീൻ പറഞ്ഞ പോലെ ആക്ട്രസ് ആൻഡ് ആക്ട്രസസിന്റെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതങ്ങനെ ഇപ്പം ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. മൂവി ഒരുപാട് ഇവോൾവ് ആയിട്ടുണ്ട്. മുൻപെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരു ഹീറോയിൻ വരുന്നു, കുറച്ച് സിനിമയിൽ അഭിനയിക്കുന്നു, പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കുന്നു. ചിലർ അവർ തന്നെ മാറി നിൽക്കുകയാണ്. ചിലർ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് തുടക്കത്തിൽ മേ ബി ഈ ആക്ട്രസസ് എടുത്ത ഒരു തീരുമാനമായിരിക്കും, ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ ഫാമിലിയൊക്കെ ആയിട്ട്. സോ അങ്ങനെ എനിക്ക് തോന്നുന്നു. പിന്നെ അതൊരു മേക്കേഴ്സ്, ഡയറക്ടേഴ്സിൻ്റെ അടുത്തും അവരിനി കല്യാണമൊക്കെ കഴിഞ്ഞില്ല, ഇനി അഭിനയിക്കും തോന്നുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഒരു ഡയറക്ടേഴ്സ് അവർ കല്യാണം കഴിഞ്ഞ കാരണം ഞാൻ വിളിക്കില്ല എന്ന് പറയേയില്ല. ഇത് ആക്ട്രസസിന്റെ അടുത്തുനിന്ന് വന്ന ഒരു അപ്രോച്ച് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞു, ഞാൻ അഭിനയിക്കുന്നില്ല. അല്ലാതെ ഇവിടെ മുൻപ് തൊട്ടേ കല്യാണം കഴിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് ഒരു ആക്ട്രസിനെ വിളിക്കാതിരിക്കുക എന്നുള്ള സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നമ്മുടെ ആക്ട്രസിനെ ഒരു ടാലന്റിനേക്കാൾ ഉപരി ഒരു മെറ്റീരിയൽ ആയിട്ട് വിളിക്കുന്ന ഒരു അതെ. അപ്പൊ ഒരു ആക്ടറിനെ ഈ ആക്ട്രസിനെ വേണമെന്ന് വെച്ചാൽ ഇപ്പോഴും ഫിലിം മേക്കേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അതൊരു ഭയങ്കര നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഒരുപാട് ആക്ട്രസസ് ആണ് ഇല്ല ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു, പിന്നെ അതൊരു റിച്വൽ പോലെയായി. ഓക്കെ, കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോൾ അഭിനയിക്കില്ലായിരിക്കും. ബിക്കോസ് ഒരു സമയത്തുള്ള സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് കല്യാണം കഴിക്കുന്നതെന്ന്. ഇനി തിരിച്ചു വരികയും ചെയ്തു. അതെ. സോ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ഒരു ആക്ടർ ആൻഡ് ആക്ട്രസിന്റെ ലൈഫിൽ എന്ന് പറയുന്നത്. സോ അത് ഇതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഡേവിഡ് പടിക്കൽ വരുമ്പോൾ ഒരു ന്യൂ ഫേസ് ആയിട്ട് വരുന്നു. എൻ്റെ ക്യാരക്ടർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. ഡേവിഡ് പടിക്കൽ ഈ സക്സസ് ആവുന്നതിന് ശേഷം ഇയാളുടെ കരിയർ ഇങ്ങനെ കയറി പോകുന്നതും ആൻബാവയുടെ ക്യാരക്ടറിൽ കരിയറിൽ വരുന്ന മാറ്റങ്ങളും അവർ ഗോ ത്രൂ ചെയ്യുന്നതും ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട് സിനിമ. എനിക്ക് ഇവരുടെ തമ്മിലുള്ള കോൺവെർസേഷൻ ഭയങ്കര, എനിക്ക് തോന്നുന്നു ഡേവിഡ് പടിക്കൽ മനസ്സ് തുറന്ന് സത്യസന്ധമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരേ ഒരാൾ ചിലപ്പോൾ ആൻബാവയായിരിക്കും. എന്നാൽ ഇവർ തമ്മിൽ ഭയങ്കര വഴക്കാണ്. അതുപോലെ ബാലുവിൻ്റെ ക്യാരക്ടർ ലിറ്റിൽ ഓവർ ദ ടോപ്പ് കോസ്റ്റ്യൂംസ് ആണ്.
അത് എല്ലാവർക്കും അല്ല അതിന്റെ എല്ലാവരും ഹിസ് ഇസ് വെരി ഡിഫറെന്റ്. അതിന്റെ അപ്രോച്ച് ഇത്തിരി ഡിഫറെന്റ് ആണ്. സോ വാട്ട് വാസ് എക്സാക്ട്ലി യുവർ ക്യാരക്ടർ? എന്റെ ക്യാരക്ടർ ഇപ്പൊ ഡേവിഡ് പടിക്കലിന്റെ കൂടെ തന്നെയുള്ള ആളാണ്. അപ്പോ ചിലപ്പോ ഡേവിഡ് പടിക്കലിന്റെ ഡ്രസ്സുകളായിരിക്കാം നേരത്തെ ഡ്രസ്സുകളാവാം. അങ്ങനെ പിന്നെ ഇയാളുടെ പോലെ ആകാൻ ഇയാളെ ഭയങ്കര ഇഷ്ടമുള്ള ഈ ഡേവിഡ് പടിക്കൽ എന്ന ആക്ടറിനെ ഡിസ്കഷൻസിലൊക്കെ അങ്ങനെ പറയുന്നത് ഫാൻ ബോയ് ആയിട്ടായിരിക്കും ചിലപ്പോ ആദ്യം നമ്മുടെ ബാക്ക് സ്റ്റോറി നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് തന്നെയായിരുന്നു ഇത് പറയാം. അതായത് ഇപ്പം ബേസിക്കലി നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ സിനിമ കാണിക്കുന്ന ഇപ്പം മനസ്സിലുള്ളൊരു ഇംപ്രഷൻ കാരണമാണ് അങ്ങനെ ചോദിക്കുന്നത്. ശരിക്കും ഇത് ഓർത്തിട്ടൊപ്പൊന്നുമല്ല, ഇവരാണ് ഏറ്റവും കൂടുതൽ ചെത്തിപ്പൊളിച്ച് വരുന്നത്. അതായത് നമുക്ക് ഇപ്പം ക്രൂവിൽ വർക്ക് ചെയ്യുന്ന അസിസ്റ്റന്റ് ഡയറക്ടറിൽ ഒരു ഹീറോ ആയിട്ടുള്ള ഒരാളുണ്ടാവും, എല്ലാ സെറ്റിലും ഉണ്ടാവും. അല്ലെങ്കിൽ ആർട്ടിന്റെ ഇടയിൽ ഇടുന്ന ഒരാളുണ്ടാവും കിടില മുടിയുള്ള. ഇതൊന്നും ആരും സ്റ്റൈലൊക്കെ ഇട്ട് നടന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇപ്പൊ എന്റെ ക്യാരക്ടർ ഇപ്പൊ ഞങ്ങളിതിനകത്ത് ഉണ്ടാക്കിയൊരു ബാക്ക് സ്റ്റോറി വെച്ചിട്ട് ഡേവിഡ് പടിക്കലിന്റെ ശരിക്കും ഭയങ്കര ഫാൻ ബോയികളുടെ കൂടെ തന്നെ വന്ന ആളാണ്. ഇയാളുടെ പോലെ തന്നെ ഇരിക്കാനാണ് പുള്ളിക്ക് ഈ ലെനിനും ആഗ്രഹം. ചിലപ്പോ ഇയാളുടെ ഡ്രസ്സുകളൊക്കെ ആയിരിക്കാം ഇയാൾ ഇട്ടിരിക്കുന്നത്. കോമഡി ഉണ്ടോ ക്യാരക്ടറിൽ? കോമഡി ഉണ്ടോ ബാലുവിന്റെ? അല്ല, ഇയാള് എല്ലാ ഇമോഷൻസിലും പോകുന്നില്ല, എല്ലാ ക്യാരക്ടേഴ്സിലും സിറ്റുവേഷൻസിലുള്ള തമാശയാണ്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ തമാശ വരുമ്പം ഇവരെല്ലാരും തമാശ ഉണ്ടെന്നുള്ളതാ. ഒരു കൊമീഡിയന്റെ ക്യാരക്ടർ അല്ല. അല്ല, ഈ 3 ക്യാരക്ടേഴ്സ് ദി ആക്ടേഴ്സ് നിങ്ങളുടെ റിയൽ ലൈഫിൽ നിന്നും എന്തെങ്കിലും ഒരു ഇൻസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ടോ? വെൻ യു ഡിഡ് എ സീൻ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മൊമെന്റ് ദാറ്റ് റിയലി ടച്ച്ഡ് യു? എന്തെങ്കിലും ഒരു മൊമെന്റ്? സ്പോയിലർ അലേർട്ട്, സ്പോയിലർ പ്രശ്നമില്ലല്ലോ, ചെറിയൊരു കാര്യം എന്തെങ്കിലും that struck you? എനിക്ക് ഉണ്ട്, പക്ഷെ അത് സ്പോയിലർ ആയി പോകും. പക്ഷെ എനിക്ക് ഉണ്ട് ചിലതൊക്കെ എന്ന് വെച്ചാൽ അതിപ്പോ എന്റെ മാത്രമല്ല, ജനറിക് ആയിട്ട് എല്ലാ ആക്ടേഴ്സിന്റെയും ലൈഫിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ അതായത് ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ഏറ്റവും അടുത്തൊരാളോട് ചോദിക്കുക എന്നൊക്കെ പറയണത് ക്ലൂലെസ് ആയി പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് അങ്ങനെ ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ളൊരു സീനാണ്. ഞാൻ വഴക്ക് കൂടുന്ന സീനുണ്ട്, അത് വളരെ നന്നായി വഴക്ക് കൂടാതെ എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ വഴക്കുണ്ട്, ഹെൽത്തി ഫൈറ്റ്സ് കേട്ടോ. അതിപ്പോ റോബിനോട് ചോദിച്ചപ്പോ ഞാനും പൃഥ്വി നല്ല വഴക്കുണ്ടായിട്ടുണ്ട്, ഭയങ്കര വഴക്കുണ്ടായിട്ടുണ്ട്. പിന്നെ അത് ഞങ്ങൾ തന്നെ അത് പറഞ്ഞിട്ട് പിന്നെ ശരിക്കും ഞാൻ ആസിഫും വഴക്കുണ്ടായിട്ടുണ്ട്. സോ അത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. എനിക്കിപ്പോ എന്റെ ക്യാരക്ടർ വെച്ചിട്ടല്ല എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഈ ഡേവിഡ് പടിക്കൽ എന്ന ഒരു ആക്ടറിന്റെ ലൈഫ് പല രീതിയിൽ പോകുന്നിടത്ത് നമ്മളുടെ എന്നെയും എനിക്ക് എന്റെ കൂടെയുള്ള പല ആർട്ടിസ്റ്റുകൾ നമ്മളെ കണ്ടേക്കുന്ന ഒരുപാട് നടന്മാരനെ എനിക്ക് ഈ ഡേവിഡ് പടിക്കലില് ഒരുപാട് സിനിമ നടന്മാരുണ്ട്. എല്ലായിടത്തും നടനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, ഒരുപാട് നടന്മാരുണ്ട്. ക്യാരക്ടറാണ് അത് എഴുതാതിരിക്കാൻ പറ്റില്ല കേട്ടോ. തുടക്കത്തിൽ ആ വലിയ ഡിസ്ക്ലെയിമർ എഴുതാതിരിക്കാൻ പറ്റില്ല. അല്ല, ഒരിക്കലും ഡേവിഡ് പടിക്കൽ ഒരു മോശക്കാരനായിട്ട് ആളും അല്ല. ഇയാള് നമ്മുടെ പക്ഷെ ഞാൻ പറയുന്നത് സൊസൈറ്റിയുടെ നോംസിൽ ഇയാള് വൃത്തികെട്ടവൻ എന്ന് പറയാം. പക്ഷെ നമ്മൾ ഒരു ദുശ്ശീലമില്ലാത്ത ദുഷ്ടന്മാരെ കണ്ടു. അല്ല, അപ്പൊ സെറ്റിൽ ആര് തമ്മിലാണ് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടായത്? സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട് സിനിമാറ്റോഗ്രാഫറും ഡയറക്ടറോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റുമായിട്ടുള്ള ഒരു ക്ലാഷ് പലപ്പോഴും ഉണ്ടാറുണ്ട്. വേർ വാസ് എക്സാക്ട്ലി ദ ക്ലാഷ് ഹാപ്പനിങ് ഓർ ദ കോൺഫ്ലിക്റ്റ് ഹാപ്പനിങ് ഓഫ് ദ സീൻ? വഴക്കിന് സമയം കിട്ടിയിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ഇപ്പം നമ്മൾ നേരത്തെ ലോക്ക് ചെയ്തിട്ട് ഇറങ്ങി. അപ്പം ഈ പറഞ്ഞ പോലെ എല്ലാം അപ്പം പഠിച്ചു വെക്കാം. അപ്പം നമ്മൾ അതിന് വലിയ കോൺഫ്ലിക്ട്സ് ഒന്നും ഉണ്ടായില്ല. അതൊക്കെ തന്നെ ഷൂട്ട് ചെയ്തത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവന്റെ കണ്ണിനിട്ടൊരു അടി കിട്ടി. അന്ന് പറഞ്ഞ പോലെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോഴാണ് നമുക്ക് സത്യത്തിൽ ആ പടത്തിനൊരു ബ്രേക്ക് വന്നത്. അതുവരെ നമ്മൾ വളരെ സ്മൂത്ത് ആയിട്ട് പോയി. വലിയ പണി കൊടുത്തോ? എന്റെ കണ്ണ് പൊട്ടി കണ്ണിനിട്ടൊരു അടി ഷോട്ടിനിടയില് കണ്ണിനൊരു ഇഞ്ചുറി പറ്റി. ഇഞ്ചുറി ഈ സൈഡ് ബ്ലൈൻഡ് ആയി പോയി. കുറച്ച് നമ്മള് ഷൂട്ടിന് ബ്രേക്ക് ചെയ്ത് അതായിരുന്നു തുടക്കം. ആക്സിഡന്റ് ഉണ്ടായി. അങ്ങനെ എല്ലാവർക്കും അതൊക്കെയായിരുന്നു ഞങ്ങളുടെ എന്റർടൈൻമെന്റ്. ഞങ്ങൾക്ക് അതൊക്കെ ക്ലാസ് ഉണ്ട്. ഞാൻ നേരത്തെ ഫാൻ പൊട്ടി തലവീണ കഥ പറയായിരുന്നു. ഇത് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ ഭയങ്കര കഴിഞ്ഞ എപ്പിസോഡിലായിരുന്നു. ഈ എപ്പിസോഡിൽ അക്വേറിയം പൊട്ടി വേദിക്കുകയാണ്. അല്ല, ഈ ബ്രദേഴ്സും കസിൻസും ഒക്കെ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോഴത്തെ സീൻ എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിക്കായിരുന്നു. പറയുന്നതൊക്കെ കേൾക്കുവോ അതോ തിരിച്ചു ചോദിക്കുവോ? ചോദിക്കും. എന്നിട്ട് ഓഫ് ക്യാമറ വേറെ വല്ലതും ആവോ അന്ന് ജനറലി ചോദിക്കുകയായിരുന്നു. ഞങ്ങൾ ഭയങ്കര ചില്ലാണ്. അത് നമ്മുടെ കൂടെ വർക്ക് ചെയ്തവർക്കൊക്കെ നമുക്കറിയാം. നമുക്ക് അങ്ങനെ വലിയ പ്രഷറൊന്നും ഉള്ള ആൾക്കാരല്ല. അതന്നെ പറഞ്ഞു, വഴക്കുകളൊക്കെ വഴക്കുകളെ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം എല്ലാവരും ഒരുമിച്ചുണ്ടാവും. പണ്ട് പരിപാടിയായിരുന്നു ഷൂട്ട്.
ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ നടികരുടെ ബഡ്ജറ്റ് ഏകദേശം 40 crore ആണെന്നാണ് വായിച്ചത്. മാർക്കറ്റിംഗ് അല്ലേ, യു സേ 40-50 people like let them come into the theater. നമ്മൾ പറയുന്നത് വി ആർ ടോക്കിംഗ് അബൌട്ട് എ സിനാരിയോ വെയർ ഓൾ ദീസ് മൂവീസ് ആർ മേക്കിംഗ് 100 crores 200 crores എന്നൊക്കെ നമ്മൾ നമ്പേഴ്സ് കേൾക്കുന്നുണ്ട്. 200 crore ഇതിലിരിക്കുന്ന ആളാണ്. അതല്ല പക്ഷേ ആണല്ലോ. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, മറ്റേ ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവര് ക്ലബ് തുടങ്ങാൻ അതൊരു പ്രഷറായിട്ട് തോന്നുന്നുണ്ടോ ഇപ്പൊ? ഇല്ല, ഇത് ഈ 100 crore പരിപാടികളൊക്കെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 പടം അടിച്ചപ്പം അടുത്ത പടം സത്യം പറഞ്ഞാൽ ഈ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ആക്ച്വലി ടെൻഷൻ അടിച്ചു, അയ്യോ നമ്മുടെ പടം ഇങ്ങനെ വരുമോ വരില്ലേ. ഇത് നമുക്ക് 200 കോടി പടമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത് പ്ലാൻ ചെയ്തപ്പോഴും അങ്ങനെ ആയിരുന്നില്ല, നമ്മൾ ഇറക്കുമ്പോഴും അങ്ങനെയല്ല. ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അത് 200 കോടി ആവുന്നതാണല്ലോ. ഇവരാരും അത് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതിനെപ്പറ്റി ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, കാരണം ഒരു ഇമ്പോസിബിൾ ഡ്രീമിനെയാണ് നമ്മൾ ചേസ് ചെയ്യുന്നത്. അത് എത്തിയാൽ അടിപൊളി സൂപ്പർ. സുമിക്ക് എങ്ങനെ ഈ ത്രെഡ് കിട്ടിയ സിനിമയുടെ? Is that how it happened? You wrote the script and then went to Gene, അങ്ങനെയാണോ അതോ? അതെ, സ്ക്രിപ്റ്റ് ഇല്ലായിരുന്നു ആ സമയത്ത്, ത്രെഡ് മാത്രമേ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ജീൻ ഒരു ക്രിക്കറ്റ് ടീമുണ്ട്, എവല്യൂഷൻ ക്രിക്കറ്റ് ക്ലബ് എന്ന് പറയുന്നത്. എവല്യൂഷൻ ക്രിക്കറ്റ് ക്ലബ് ഐഡിയാസ്. സിനിമാക്കാരുടെ ഓൾമോസ്റ്റ് ക്രൂവിലുള്ള എല്ലാവരും ക്രിക്കറ്റ് ടീമിലുണ്ട്. നമ്മുടെ പ്രൊഡ്യൂസർ പഴയ ക്യാപ്റ്റൻ ആയിരുന്ന ടീമിന്റെ അനൂപ്, അതുപോലെ നിതിൻ, എല്ലാവരും ടീമിൽ അസോസിയേറ്റ് എല്ലാവരും നമ്മൾ എൻ്റെ പടത്തിൽ വർക്ക് ചെയ്യുന്നവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ക്രിക്കറ്റ് ക്ലബ്ബാണത്. അപ്പോൾ ഇവൻ അതിൻ്റെ അകത്ത് നമ്മുടെ ലെഗ് സ്പിന്നറായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട് മച്ചാനെ കേൾക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാനത് കേട്ടത് വേറെ സബ്ജക്റ്റാണ്, അത് ഇതിനെ ഒരു ഗംഭീര സബ്ജക്റ്റായിരുന്നു. പക്ഷെ അത് ഒരുപാട് പിള്ളേരും ഫ്യൂച്ചറൊക്കെ അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കേട്ട സ്ക്രിപ്റ്റാണ് ഇത്. ഞാൻ പറഞ്ഞു ഇത് അടിപൊളിയല്ലേ, ഇത് നമുക്ക് ഇപ്പം ചെയ്യാലോ. പക്ഷെ ഇപ്പം നടന്നില്ല, 2 ദിവസം വെയിറ്റ് ചെയ്തു, കുറച്ചെല്ലാം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഉണ്ട്. വായിച്ചപ്പോൾ തന്നെ നമ്മളത് അടിപൊളി നമ്മൾ ചെയ്യുന്നു. ഈ സിനിമയിൽ ഒരു സ്റ്റൈൽ പരിപാടികൾ കാണിക്കണം, പക്ഷെ അതിൽ ബേസിക്കലി മനുഷ്യരുടെ കഥ പറയണം എന്നുള്ളൊരു, പക്ഷെ എനിക്ക് എന്താ പറയണമെന്ന് അറിയില്ലായിരുന്നു ആ സമയത്ത്. അപ്പം ഇങ്ങനെ ആർഷ എൻ്റെ വൈഫാണ്, അപ്പം ആർഷയാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ആക്ടറുടെ പരിപാടി ഇങ്ങനെ ചിന്തിച്ചുകൂടെ എന്നുള്ള സംഭവം. അങ്ങനെയാണ് ബേസിക്കലി എനിക്ക് ഇത് കിട്ടുന്നത്, ക്രാക്ക് ചെയ്യുന്ന കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നു ഈ സിനിമയും കുറച്ച് അൺയൂഷ്വൽ ഉണ്ട്. യൂഷ്വൽ സീനുകളോ യൂഷ്വൽ സീൻ സ്ട്രക്ചറോ ഒന്നുമല്ല. നമ്മൾ സിനിമയിൽ കഥ പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന ചില സങ്കേതങ്ങളൊക്കെ അത് ഭയങ്കര കൗതുകം, എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. ആൾക്കാർക്കും അത് ഒരു പാരലൽ കോൺവെർസേഷൻ ഉണ്ടായിരുന്നു, ഞാൻ മിസ് ചെയ്തു. അല്ല, 2-3 കൊല്ലം വെയിറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ ടോവിനോന് വേണ്ടിയാണോ വെയിറ്റ് ചെയ്തത്? നല്ലൊരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാനായിരുന്നു നല്ലൊരു കാര്യം. ഭാവന എങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോ ഭാവനയ്ക്ക് എന്താണ് സ്ട്രൈക്ക് ചെയ്തത്? ഞാൻ വന്നത് വലിയൊരു കഥയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അല്ല പറയൂ, ഒരു കാര്യം പറയാനുണ്ട്. അത് പറയാൻ പറ്റില്ല. അതെന്താണ് സീക്രട്ട്, ഒന്ന് ഷെയർ ചെയ്യൂ. പറയുന്നത് പറയേണ്ടതാണോ? പിന്നെ ആണോ? പെർമിഷൻ എടുത്തിട്ടേ പറയൂ. അങ്ങനെ പഠിപ്പിച്ചു. അയ്യോ മറ്റേ കാര്യം അത് പറയുന്നത് ഏതാ? ഞാൻ ഭാവനയ്ക്ക് വേണ്ടി തന്നെ നമ്മളെ പടം വർക്ക് ചെയ്തപ്പോൾ തന്നെ ഇവർ മാത്രമായിരുന്നു എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പം ആ സമയത്ത് ഞാൻ വിളിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരി അങ്ങനെ എന്നെ നല്ല റിജക്ട് ചെയ്തത്. എന്നിട്ട് അല്ല അങ്ങനെയല്ല, ആ സമയത്ത് ഞാൻ ഭയങ്കര ശബ്ദം എടുത്തിരിക്കുന്നു, ഞാൻ സിനിമ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ശബ്ദം ശബ്ദമല്ലേ പറയാം, അതന്നെ സംഭവം. അങ്ങനെ ശബ്ദമൊക്കെ എടുക്കാറുണ്ട്. നൈസായിട്ട് പാളിപ്പോയി. അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ വിളിച്ചപ്പോൾ സമയത്ത് ഇല്ല ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെതായിട്ടുള്ള ചില പേഴ്സണൽ കാര്യങ്ങളുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ജീൻ്റെ കൂടെ മൂവി ചെയ്യാൻ ഞങ്ങൾ ഒരു ടീമാണ്. അപ്പൊ എനിക്കെന്ന് വെച്ചാൽ ഐ എം മോർ ദാൻ ഹാപ്പി ടു വർക്ക് വിത്ത് ദം. പക്ഷെ ആ സമയത്ത് എനിക്ക് ചില കാര്യങ്ങളുണ്ട് ഇല്ല ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഓപ്ഷൻസിലേക്കൊക്കെ പോയി. പിന്നെ തിരിച്ച് ഇങ്ങോട്ട് അപ്പൊ ഞാൻ വേറെ മൂവി ഞാൻ ചെയ്യാൻ തുടങ്ങി. ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വേറെ മൂവി അനൗൺസ് ചെയ്തു. ഇനി പിണങ്ങൊക്കെ ചെയ്തു. അല്ല അപ്പൊ എനിക്ക് അങ്ങനെയായിരുന്നു, അന്ന് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ആഴ്ച പിന്നെ തീരുമാനം മാറി. അപ്പൊ ഞാൻ വിചാരിച്ചില്ല ഓക്കെ ഞാൻ ഇവനെ വിളിച്ച് പറയാന്ന്, അങ്ങനെ ഞാൻ ആലോചിച്ചില്ല. അപ്പോഴും ഇതിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നെക്സ്റ്റ് മന്ത് ഷൂട്ടിംഗ് തുടങ്ങാൻ പോകാനായിരുന്നല്ലോ കേട്ടോ.
അപ്പോൾ അങ്ങനെ നമ്മള് പിണങ്ങി, ഇവൻ്റെ അടുത്ത് പിണങ്ങി. പിന്നെ ഇവന്റെ പിണക്കം മാറ്റാൻ വേണ്ടിയൊക്കെ ഞാൻ എല്ലാവരും വിളിച്ച് സോപ്പിടാനൊക്കെ തുടങ്ങി. അത് പിന്നെ നടന്നില്ല. പിന്നെ നമ്മൾ വേറൊരാളെ ഫിക്സ് ചെയ്തു. ഇവ സംസാരിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ഞാൻ മനസ്സ് എന്തിയൊക്കെ ഞാനവിടെ ചെറിയ സെന്റിയൊക്കെ അടിച്ചു. ഞാൻ എൻ്റെ അടുത്ത് കുഴപ്പമില്ല, പക്ഷെ എൻ്റെ അടുത്ത് മിണ്ടാണ്ടിരിക്കാനുണ്ടാന്ന് പറയുമെന്നൊക്കെ ഒരു മനസ്സ് സെന്റിയൊക്കെ അതിന് വീണു. ഇല്ല, തട്ടിത്തെറിപ്പിച്ചു. പ്രൊഫഷൻ നമ്മളൊരു അഭിനയിക്കാൻ വിളിക്കുന്നത് നല്ല റോൾ കൊടുക്കാനാണല്ലോ. അല്ലാതെ അപ്പം നല്ല നമ്മളവരെ കണ്ടപ്പോൾ എനിക്കത് സത്യം പറഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്ക് അത് ഒരുപാട് പേര് ആലോചിച്ചിട്ട് നമുക്ക് ഒന്നും വർക്കായില്ല. അത് കഴിഞ്ഞിട്ട് അവസാനം ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മളിങ്ങനെ വീണ്ടും ഒരു ഒന്നും കൂടി ചോദിച്ചു നോക്കാം എന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചു. പറ്റില്ല എന്ന് പറയരുത് എന്നുള്ള അർത്ഥത്തിൽ നിർബന്ധിച്ചു കൊണ്ടുവന്നാണ്. അങ്ങനെയല്ല, ആക്ച്വലി ആ സമയത്ത് ഞാൻ ഇപ്പൊ ഇതെന്നല്ല ഒരു പ്രോജക്റ്റും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഇരുന്നിരുന്നേ. പക്ഷെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ തീരുമാനം മാറിയുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചില്ല. ബിക്കോസ് ഞാൻ വിചാരിച്ചു ഇനി സമയമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഇവൻ പിണങ്ങി എന്നൊക്കെ പിന്നെ അറിഞ്ഞത്. അപ്പൊ പിന്നെ അങ്ങനെ ഞാൻ പിണങ്ങാണോ അയാൾ ചമ്മിപ്പോലെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വേറൊരു പ്രോജക്റ്റിനോട് പാച്ചപ്പായി. അത് അങ്ങനെ ഭയങ്കര ദേഷ്യമുള്ള പണക്കല്ല, എങ്കിലും ചെറിയ. ഈ സിനിമയുടെ ടീസറിലെ 2 സോങ്സ്, പ്രൊമോ സോങ്സ് രണ്ടും, ബോത്ത് ഓഫ് ദം ആർ ഹിറ്റിംഗ് ദ ചാർട്ട്സ്. കിരീടം ഭയങ്കര 1 ഹിറ്റാണ്. സെക്കൻഡ് ഓമൽ കനുവേ, അത് ബാക്ക് സ്റ്റോറി, ഒറിജിൻ സ്റ്റോറി എന്ന് പറഞ്ഞ് അതിൻ്റെ ഐഡിയ എങ്ങനെയാണ് വന്നത്? ഇത് ഹൗ ഡിഡ് യു ഡിസൈഡ് ടു പുട്ട് ഇറ്റ് ഔട്ട് ആസ് എ സോങ്? അത് സിനിമയുടെ ഭാഗമാണോ ഓർ യു ഹാഡ് ആക്ച്വലി planned it this way? That is not a part of the movie. It's not a part of the movie. No, not at all. It actually was part of the plan. അതായത് നമുക്കിപ്പം എല്ലാ കണ്ടന്റും നമുക്കൊരു സിനിമയിൽ കുത്തിക്കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു സാഗ പോലെ ആയിപ്പോകും. പക്ഷേ വി സ്റ്റിൽ നീഡ് പീപ്പിൾ ടു നോ വാട്ട് ദിസ് ഗൈ ഈസ് ഗോയിങ് ത്രൂ. ഇയാളുടെ മനസ്സിൽ എന്താണ്, ഇയാളുടെ സംഘർഷം എന്താണ്, അത് നമുക്ക് ആൾക്കാർക്ക് അറിയണം. സോ ഇറ്റ്സ് ജസ്റ്റ് സംതിങ് ന്യൂ. ഞാൻ വെറുതെ ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്തതാണ്. ഷൂട്ട് സംതിങ്, put it out there for people to see before the movie. So people, when നമ്മൾ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ തന്നെ അവർക്ക് അറിയാം ഇയാൾ ആരാണ്. ആ കുട്ടി എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു സെർച്ച് കൂടി തന്നെയായിരുന്നു. കാരണം ആ കുട്ടി ഇപ്പം പടത്തിലെ കുട്ടിയുണ്ട്, പക്ഷെ അത് നമുക്ക് ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം അത് നല്ല ഓൾ ഇന്ത്യ തപ്പിയിട്ട് കണ്ടുപിടിച്ച ഒരു കുട്ടിയാണ്. ആ കുട്ടി ഒരു അസാധ്യ പെർഫോമറാണ്. കാലാപാനി എന്ന് പറയുന്ന ഒരു സീരീസിൽ അവർ ചെയ്തിട്ട് ഭയങ്കര അഭിപ്രായം വന്നിട്ട് ഇപ്പം അതിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊരു ഫ്യൂച്ചർ നടിയാണ്. ആക്ച്വലി കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്ക് ടോവിയുടെ മോനെ ഓർമ്മ വന്നു. ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. മുഖമൊക്കെ കുറേയൊക്കെ സിമിലർ ആയിരുന്നു. അതുപോലെ സോങ് കിരീടം ഭയങ്കര ഹിറ്റായിട്ടുണ്ട്. Tell me about the song and അതെങ്ങനെയാണ് ഷേപ്പ് ചെയ്തത്? MC Cooper. അതെങ്ങനെയാണ്? ഹൗ ഡിഡ് ദാറ്റ് കം അബൌട്ട്? അല്ല, അത് ജീജന്റെ ജാക്സന്റെ ഒക്കെ ഒരു പരിപാടിയാണ്. കവിത ഭയങ്കര ഇഷ്ടമാണ്. ആഷികേട്ടന്റെ നീ ഏതാ നാരദന്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് അന്ന് തൊട്ടേ പുള്ളിനെ കൊണ്ട് ഒരു പാട്ട് കേൾപ്പിക്കണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു അവസരം വന്നപ്പോൾ വിളിച്ചു. ഓക്കെ. പക്ഷേ അതിനകത്തെ ആ വിഷ്വലൈസേഷൻ ഉണ്ടല്ലോ, അതിന് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിന്റെ അവസാനത്തെ വരി അത് ആരുടെ സൗണ്ട് ആണെന്നുള്ളത് നമ്മൾ പറയണ്ട. അങ്ങനല്ല, അത് സത്യത്തിൽ നമുക്ക് അത് വലിയ സസ്പെൻസ് ഉണ്ടായിട്ടല്ല, ആൾക്കാർ കാണാൻ വരുമ്പോൾ അത് കാണുമ്പോൾ നല്ല രസമാണ്. അതൊരു സിനിമയുടെ ഭാഗമായിട്ട് പ്ലേ ചെയ്യുന്നതാണോ? ഞാൻ ഏതാണ്ട് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടോ? ശരിക്കും നേഹനെയും യാക്സിനെയും മിസ് ചെയ്യുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക്, വാട്ട് വാസ് യുവർ ബ്രീഫ് ബോസ്, ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്? അല്ല, അവരോട് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പടം റിലീസ് ആവത്തില്ല. കാരണം ഇപ്പൊ പണി അവരോടൊപ്പം ഊട്ടിയിട്ട് പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. Anyway, coming to the end, I have just a few questions, random question, പടപടപടാന്ന് ചോദിക്കാൻ. But you have to share experiences from the set. Honestly, ഒന്നും ഇതിൽ സ്പോയിലേഴ്സ് ഇല്ല. ഏറ്റവും കരയിപ്പിച്ച, ബുദ്ധിമുട്ടിച്ച കാര്യം എന്തായിരുന്നു ഈ സിനിമയുടെ സ്ക്രീനിങ്? കരയാൻ റെഡി ആയിക്കോളൂ. ഏറ്റവും ബുദ്ധിമുട്ടിച്ച കാര്യം എന്തായിരുന്നു? എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വന്നത് നമ്മളെവിടെയാണ് മറ്റേ വീഡിയോ കൊടൈക്കനാലോ എവിടെ ഓക്കെ, ഞങ്ങൾ മൂന്നാർ ഷൂട്ട് ചെയ്തപ്പോൾ അന്ന് എനിക്ക് കുറച്ച് ഫിസിക്കലി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര ഒരു റോക്കി അങ്ങനത്തെ ഒരു ടെറൈനായിരുന്നു. അപ്പോൾ നമ്മൾ
മറ്റേ വണ്ടിയിൽ വരണം, ജീപ്പിൽ വരണം, ജീപ്പിൽ വരണം പോകണം. അപ്പോൾ അങ്ങനെ പല പല ക്യാമറയ്ക്ക് നമ്മൾ പല പല ടേക്കുകൾ എടുത്തപ്പോഴത്തേക്കും ഞാൻ ശരിക്കും കരഞ്ഞു പോയി. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അന്ന് എനിക്ക്. ഫിസിക്കലി ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. അപ്പം അന്ന് എനിക്ക് ഭയങ്കര ഫിസിക്കലി ഉള്ള ഇതുകൊണ്ട് എനിക്ക് വിഷമം വന്നു. വേറെ അത് പറഞ്ഞില്ലല്ലോ. അത് ജീനോട് പറഞ്ഞില്ലേ ഭാവന? ജീനോട് പറഞ്ഞില്ലേ എനിക്കിന്ന് ഇനി shoot എന്ത് ചെയ്യാൻ പറഞ്ഞിട്ട് വയ്യ. കാര്യം? അല്ല എനിക്ക് വയ്യ, എനിക്ക് shoot ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞു. ഞാൻ വർക്ക് ചെയ്ത് അന്ന് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അറിഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഇത്തിരിയെങ്കിലും കരുണ കാണിക്കട്ടെ ജീൻ. നേരത്തെ പറഞ്ഞ കരുണ compassion. സുശീലൊന്നുമില്ല, ദുഷ്ടൻ. അതെ, എനിക്കിഷ്ടമുള്ള സീനാ. ഇതിപ്പം ബേസിക്കലി പറഞ്ഞ എഡിറ്ററിനെ കൊടുക്കുമല്ലോ. അപ്പം ഇറ്റ്സ് ദെയർ ജോബ് ടു ചോപ്പ് ഇറ്റ് ഓഫ്. ലൈക്ക് നമുക്ക് പടം 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ കൂടുതൽ പറ്റത്തില്ല. ഞാൻ എടുത്ത പടം 3 മണിക്കൂർ. നേരത്തെ പറഞ്ഞില്ലേ ഹീറോ ഹീറോയിൻ ഇതാണ്. പൊളിറ്റിക്സ് ആണ്. 2.5 മണിക്കൂർ പറഞ്ഞു അവളുടെ അളഞ്ഞേക്ക്. പക്ഷെ OTT-ലുണ്ട്. എന്നാലും കൂടുതൽ പോയേക്കണം എന്റെ അല്ലേ? അല്ലല്ല, അതല്ല, മൊത്തം പോയേക്കണം. മൊത്തം പടത്തിൽ നിന്ന് കട്ട് ചെയ്ത് പോയത് ഒന്നും പോയിട്ടില്ല. കണ്ടാ അപ്പൊ എങ്ങനെയാണ് ടോവി ജീനെ ടോർച്ചർ ചെയ്യുന്നത്? ജീൻ എല്ലാവരും ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് മനസ്സിലായി. പക്ഷെ ടോവി എങ്ങനെയാണ് ജീനെ ടോർച്ചർ ചെയ്തത്? എന്നെയോ? എന്നെ ടോവി ടോർച്ചറൊന്നുമില്ല. ബേസിക്കലി നമുക്ക് ഇപ്പം ഒരു ആക്ടർ ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം വേണം. അതൊരു തലവേദന ആയി കഴിഞ്ഞാൽ അയാളൊരു നല്ല പണിക്കാരനല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് ടോവി ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ അത്യാവശ്യം മറുപടി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞങ്ങള് എല്ലാത്തിനും മുമ്പ് ഡിസ്കഷൻ ഞങ്ങൾ ചോദിച്ചു മേടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാം. അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു നമുക്ക്. അങ്ങനെ ഇത് അങ്ങനെ ഡിക്റ്റേറ്റർഷിപ്പ് ഒന്നും അല്ലല്ലോ. എല്ലാവരും കൂടിയിട്ട് ചെയ്യുന്ന ഒരു സിനിമ നന്നാവുക എന്നുള്ളതാണ് നമ്മൾ ഈ വന്നേക്കുന്ന എല്ലാവരുടെയും സിനിമ വർക്ക് എല്ലാവരുടെയും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒന്നാമത് നമ്മുടെ ഈ ക്രൂ ഒരുമിച്ച് ഇതേപോലെ നിൽക്കുന്നതും അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും അവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പടം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും മനസ്സിലാക്കും. എന്തായിരുന്നു എന്ത് ലൈക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ട് ഓഫ് ദിസ് മൂവി മേക്കിംഗ്? എന്റെ കൂടെ ക്രിക്കറ്റ് കളിച്ച് തോക്കണം. ടോവിനോ കൊണ്ട് ഇവിടെ ക്രിക്കറ്റ് കളിക്കൽ ഭയങ്കര ഒരു അത് ഭയങ്കര ഫോണില് പിറ്റേ ദിവസം പഠിച്ചിട്ടൊക്കെ ഒരു പുള്ളി കോമ്പറ്റീറ്റീവ് ആണല്ലേ? ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണോ? ബാലുവിനോ? എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടായത് എന്റെ കണ്ണു പോയപ്പോഴായിരുന്നു. അയ്യോ ശരിക്കും ഐ ആം സോ സോറി. ഞാൻ കണ്ടിന്യൂറ്റി തന്നെ. അയ്യോ എനിക്ക് മാറില്ല, എന്റെ കണ്ണാണ് പോയത്. നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. അല്ല, ആ ദിവസം ഇത്തിരി പേടിച്ച ദിവസമായിരുന്നു. കാര്യം മൂന്നാറ് എന്നെ വിളിച്ചിട്ട് പറയണേ കാടിന്റെ മേളിൽ ദിവസം ഞാൻ വിളിച്ചാ ഓക്കെ ദുബായിക്കുള്ള വിസ വല്ലതും നോക്കണം. സിനിമ അല്ലെ, ഒരു സൈഡ് ബ്ലൈറ്റ് ആയിട്ട് വീട്ടിലിരിക്കുമ്പോ എന്താ ഭയങ്കര ഒരു മെന്റൽ ട്രോമയെ കൂടി കുറച്ച് പോയി. ആ അവസ്ഥയിലേക്ക് കന്നഡ വെച്ച് പലതട്ട് നിൽക്കണ അവസ്ഥയിലേക്കായി. ഈ സൈഡ് കാണാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ എന്നിട്ട് വിളിച്ചിട്ട് ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞിട്ട് ഓക്കെ ആയി, ഇനി വലിയ പ്രശ്നവുമില്ല. അപ്പൊ ഞാൻ ഉറപ്പ് വരുത്തിയിട്ട് പുരുകത്തി കൊള്ളാനുള്ള കണ്ണി കൊണ്ടെന്ന് വിചാരിച്ചാൽ പറയാൻ വേണ്ടിട്ട് ഞാൻ ഒരാഴ്ച കാത്തിരുന്നു. ആ ഒരു കോമഡിക്ക് വേണ്ടി ഞാനും മറ്റേ ഇനി അഭിനയം നിർത്തിട്ട് ക്യാമറയുടെ പണിക്ക് പോയാലോ. അല്ലെങ്കിൽ ഈ സീരിയലൊക്കെ ചെയ്യുന്ന മാതിരി എന്തെങ്കിലും ഒരു ആക്സിഡന്റ് വന്നു, കണ്ണിന്റെ അവിടെ ഒരു പാച്ച് വെച്ചു, എന്തെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യുന്നു. രക്ഷപ്പെട്ടു ഭാഗ്യത്തിന്. അതാണ് ഏറ്റവും ഒന്ന് പേടിച്ചൊരവസ്ഥ. ഏറ്റവും സമയമെടുത്ത കാര്യം എന്ത്? ഒരു സീനോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സീനിലേക്ക് എത്തിപ്പെടാനോ? ഇപ്പൊ സം മൊമെന്റ് ഇൻ ദ ഫിലിം ദാറ്റ് റിയലി ടുക്ക് ടൈം. നമ്മൾ സമയമെടുത്ത് തന്നെ ചെയ്തത് ക്ലൈമാക്സ് ആണ്. നമുക്ക് അങ്ങനെ എല്ലാവർക്കും ഡിഫറെന്റ് ആയിരിക്കും. എന്നുവെച്ചാൽ എൻ്റെ സമയമെടുക്കൽ മുഴുവൻ ഇപ്പം ക്ലൈമാക്സ് സീക്വൻസ് പ്ലാൻ ചെയ്യാൻ ഞാൻ ഒരുപാട് പണിയെടുത്തു. പക്ഷെ എൻ്റെ പണിയെല്ലാം ഹോട്ടൽ റൂമിലാണ്. അത് ഇതായിട്ട് വരുന്നത്. ഒരുപാട് പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ആർട്ട് ഇഷ്ടം പോലെ പണിയെടുക്കേണ്ടി വന്നിട്ട് എല്ലാവരും അത്യാവശ്യം അവരവരുടെ ഇൻഡിവിജ്വലി നല്ല അധ്വാനിച്ചിട്ടുണ്ട്. പ്രീ പ്രൊഡക്ഷനിൽ നമ്മൾ നല്ല പണിയെടുത്തുകൊണ്ട് പോസ്റ്റില് എന്നാലും അതിനുള്ള പണി ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. ഞാൻ ആലോചിച്ചിട്ടുണ്ട് പലപ്പോഴും വെടിയിലൊക്കെ സിനിമയിൽ ഒരു ചെറിയ വർക്ക്ഷോപ്പ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മള് സിനിമയിലേക്ക്. നമുക്ക് ആക്ച്വലി അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വർക്ക്ഷോപ്പ് പോലെ ഉണ്ടായിരുന്നു. ആക്ച്വലി നമ്മളൊരു 3-4 ദിവസം സ്പെൻഡ് ചെയ്തു. കുറച്ച് സ്പെൻഡ് ചെയ്തു. പക്ഷെ നമുക്ക് പ്ലാൻ ചെയ്ത പോലെ ക്യാമ്പ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ലിമിറ്റേഷൻസ്, നമ്മൾ മലയാള സിനിമ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അല്ല, മാത്രമല്ല എല്ലാ ആക്ടേഴ്സും ഞാനത് ഈ പടത്തിന്റെ ഡേറ്റ് മുമ്പ് ഞാൻ കുറച്ച് ദിവസം ബ്രേക്ക് ആക്കി വെച്ചിരുന്നു. അത് എല്ലാ ആക്ടേഴ്സിനെയും അങ്ങനെ വിളിച്ചു കൂട്ടി നമുക്കൊരു എനിക്കും ഭയങ്കര ആഗ്രഹമാണ് സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻസ് ഒക്കെ
നമ്മൾ പുറത്തൊക്കെ കണ്ടിട്ടില്ല അവരെ ഗെയിം ഓഫ് ത്രോൺസിന്റെ ഒക്കെ കാണുമ്പോൾ ഒരു എല്ലാവരും ആക്ടേഴ്സ് ഫുൾ ഇരുന്നിട്ട് അവരുടെ പാട്ട് വരുമ്പോൾ അവർ വായിക്കുക എന്നുള്ളത്. മൺസൂൺ മാംഗോസ് എന്നുള്ള സിനിമ ഞാൻ കുഞ്ഞു വേഷം ചെയ്തത്, പക്ഷെ അതിനും ഞാൻ അങ്ങനത്തെ ഒരു സെഷനിലൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. എല്ലാ ആക്ടേഴ്സുമായിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ ആക്ടേഴ്സിന്റെയും ടെക്നീഷ്യൻസിന്റെ ഒക്കെ നമ്മുടെ കേസിൽ ആ പരിപാടി ആദ്യമേ പാളി. അനിമൽ ബോയ്സിന്റെ സെറ്റിൽ നിന്ന് എന്നെ അടിച്ചുകൊണ്ടാണ് എനിക്ക് ഓരോ ഡൂപ്പ് ഇട്ടിട്ട് അഭിനയിച്ചോണ്ടിരിക്കുന്നത്. അവിടെയാണ് ബാലു സൗബിൻ. പിന്നെ ഞങ്ങളോട് അഭിനയിക്കുന്നുണ്ട്, പക്ഷെ ഡൂപ്പിട്ട് ഞാൻ മഞ്ഞുമൽ ബോയ്സിന്റെ സെറ്റിൽ പോയാണ് ഡയറക്ടറെ കാണുന്നത്. പടം തുടങ്ങുന്ന ഒരാഴ്ചയുള്ള എനിക്ക് അവിടെ എന്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു, എന്നാലും ഷൂട്ട് അടക്കാണ്. എനിക്ക് അവിടെ ഒരു ക്യാരവനൊക്കെ എടുത്തിട്ടുണ്ട്, നീ അവിടെ ഇരുന്ന് എഴുതിക്കോന്നുകൊണ്ട് ഞാൻ അവിടെ മാർക്കിംഗ് മൊത്തം അവിടെ ആയിരുന്നു ആ സെറ്റിലാണ്. അവിടുത്തെ സെറ്റിനെ കുറിച്ച് ഞാൻ കേട്ടു, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഷൂട്ടിംഗ് ആയിരുന്നു. അവിടെ നനവും ആ ഈർപ്പവും എല്ലാം കൂടെ നല്ല. പക്ഷെ എന്നാലും ഞാൻ ഇത് വെറുതെ പറഞ്ഞില്ല, സൗബിക്കനെ ആസ് എ പ്രൊഡ്യൂസർ ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. കാര്യം ഇവർക്ക് എല്ലാവർക്കും ടെന്റ്, ക്യാരം ബോർഡ്, റെക്രിയേഷണൽ എല്ലാ പരിപാടികളും കാര്യം വെച്ചാൽ ഒന്നും അതില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഷൂട്ട് ഭയങ്കര ഹെക്ടിക് ആയി പോയി. എല്ലാവർക്കും ഇൻഡിവിജ്വൽ വലിയ ബെഡ്സും വലിയൊരു ടെന്റ് പോലെ കിട്ടി, എല്ലാവരും അതിനകത്ത് ഒരുമിച്ചായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സുഖം ഉണ്ടായി എല്ലാവരും കൂടെ. ബേസിക്കലി അടുത്ത സിനിമയിൽ ഞങ്ങൾക്ക് ഇതൊക്കെ കംഫർട്ടബിൾ ആക്കി തരണം എന്ന്. അല്ല, ഇതില് നമുക്ക് അങ്ങനെ കംഫർട്ടബിൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതില് ഒരു എക്സ്ട്രാ കാര്യം കിടപ്പുണ്ടായിരുന്നു ഡേവിഡ് പിടിക്കലിന്റെ. ഭാവന, വാട്ട് വാസ് ദ മോസ്റ്റ് ഇന്റൻസ് പാർട്ട് ഈ സിനിമയിൽ? ഇന്റൻസ് ആയിട്ട് എന്തെങ്കിലും ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു? ഇല്ല, ഞാനത് ജോയിൻ ചെയ്തപ്പോൾ ഞാനത് ഭയങ്കരമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ടല്ല ഞാനന്ന് ജോയിൻ ചെയ്തു. ഞാൻ വേറെ ഏതോ ലൊക്കേഷൻ അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ വന്നപ്പോൾ ഞാൻ ഇവന്റെ അടുത്ത്, ഞാൻ സുബിന്റെ അടുത്തൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് അറിയില്ല ഞാൻ എന്താ ചെയ്യണ്ടേന്നൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പൊ അങ്ങനെ അത് അങ്ങനെ സീൻ വായിച്ചത് അങ്ങനെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അനൂപിന്റെ അടുത്തൊക്കെ വിളിച്ചു പറയണേ, എൻ്റെ അടുത്തൊന്ന് പറയണേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ എന്തൊക്കെയോ ചെയ്ത പോലെ തോന്നുന്നേന്നൊക്കെ. വേറൊരു കാര്യം അറിയാം, എനിക്ക് ആദ്യമായിട്ടൊരു നായിക കിട്ടുന്നത് ഭാവനയാണ്. കൂതറ എന്നുള്ള സിനിമയില്. അല്ല, ആദ്യമായിട്ട് എനിക്ക് സിനിമയിൽ എന്റെ സിനിമയിലെ ആദ്യത്തെ നായികയാണ്. കിട്ടിയുള്ളൂ. പക്ഷെ അന്ന് ഫുൾ ജാട എടുത്തില്ലേ ഭാവന? അയ്യോ, അന്ന് ഭയങ്കര രസമായിരുന്നു. ഭയങ്കര ഞാനും ആലോചിച്ചു അന്ന്, ഞാനതങ്ങനെ നേരിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. പക്ഷെ ഭയങ്കര സീനിയറാണ് എന്നെ സമയത്തോളം. ഞാൻ പറഞ്ഞ അല്ല, ഞാൻ പറഞ്ഞ പ്രായത്തിന്റെ അല്ല ഞാൻ പറയണത്, സിനിമയിൽ വന്ന സമയത്ത്. അതല്ല, പ്രായത്തിന്റെ ഉണ്ട്, അതല്ല. അപ്പൊ അല്ല, അന്ന് പക്ഷെ അന്ന് ഞാന് പിന്നെ ടോവി സണ്ണി വെയിൻ അല്ലെ, സണ്ണി ഭരത് ഭരത്തിന്റെ കൂടെ ഞാൻ ഓൾറെഡി മൂവി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഞാനും ടോവിയും കൂടിയിട്ടുള്ള കുറച്ച് സീൻസിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രം. അപ്പൊ ടോവി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആ ഒരു പാറയുടെ മുകളിലൊക്കെ പോയിട്ട്. അപ്പൊ അന്ന് ടോവി എന്റെ അടുത്ത് പറയുന്നു, ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയിട്ട് സംസാരിക്കുകയാണ്, ഞാൻ കുറച്ചും കൂടി നോക്കിയിട്ട് ഞാൻ മിക്കവാറും ഞാൻ ഈ പണി നിർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കാൻ ഭയങ്കര. അപ്പൊ ഞാൻ ഭയങ്കര ഉപദേശമൊക്കെ ഞാൻ എല്ലാ ആഴ്ച ഇത് തീരുമാനിക്കുന്ന ആളാട്ടോ. പക്ഷെ ഞാൻ വെറുതെ ഒക്കെ മറ്റേ ഗൂഗിളിലൊക്കെ പോയിട്ട് മറ്റേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അത് എനിക്ക് സൊമാറ്റോയില് ജോലി കിട്ടി, ഞാൻ അറിയിക്കാനല്ല, എനിക്കൊരു ലിങ്ക് ഒന്നും. പക്ഷെ ഞാൻ നിർത്തിപ്പോണെന്ന് വീട്ടിൽ പോയി വെറുതെ ഓരോ ദിവസം ഇങ്ങനെ പറഞ്ഞു. എനിക്ക് ഓരോന്ന് കാണുമ്പോ എനിക്ക് ഇതാണ്, ദിസ് ഇസ് മൈ കോളിംഗ്, ഞാൻ ഇതോട്ട് ഇതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ അല്ല, ഓരോ സമയത്ത് ഓരോരോ അത് മതി അങ്ങനെ. പിന്നെ വേറെ ഒന്നും അറിയാത്ത ഞാൻ കറങ്ങി തിരിഞ്ഞ് വീട്ടിലേക്കെത്തും. അപ്പൊ അന്ന് ടോവി പറയുമ്പോൾ ഞാൻ ഭയങ്കര ഉപദേശമായിരുന്നു. ടോവി എന്തായി പറഞ്ഞോണ്ടിരിക്കുന്നത്, ജസ്റ്റ് സ്റ്റാർട്ടഡ് യുവർ കരിയർ, ഇപ്പോഴത്തേക്കും ഓ മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെയാണോ ചേട്ടൻ ഭയങ്കര ഉപദേശമൊക്കെ ആയിരുന്നു. ഞാൻ ഒരു വഞ്ചിയിലൊക്കെ ഇരുന്നത് ഓർമ്മ, അന്നൊക്കെ ഞാൻ ഭയങ്കര ഉപദേശവും അടുത്ത ത്രെഡാണ് ഇവിടെ. അങ്ങനെ ഭയങ്കര എന്നിട്ട് ഭയങ്കര ഉപദേശമൊക്കെ ഞാൻ കൊടുത്തിരുന്നു. അന്ന് ഉപദേശം കാരണം കണ്ടില്ലേ, സ്മരണ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല നായികയാണ് ഈ മൂവിയിലും. പക്ഷെ ഞാൻ ഇവരോട് പറയുന്നത് കാസ്റ്റിംഗ് ഒക്കെ കൺഫേം ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ, അല്ല അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്, കാര്യം അറിയാമോ ഇത് നായികട്ടോ ശരിക്കും. കോയിൻസിഡൻഷ്യലി ആണെങ്കിലും അത് നല്ല രസമല്ലേ.
ശരിക്കും അത് മാത്രം പിന്നെ ഒരു കോയിൻസിഡൻസും കൂടെ ഉണ്ട്. പക്ഷെ അത് പിന്നെ വേണ്ട വിട്ടേക്ക്. അല്ല അത് പറയാ അല്ലേ നമുക്ക് പിന്നെ വേണ്ട പിന്നെ പറയാം. അത് പറഞ്ഞാൽ ചിലപ്പോ സാധനം പറയട്ടെ എന്നിട്ട് ഞാൻ നോക്കാൻ പറയണോ വേണ്ട. അതുപോലെ ആശ്വാസം തോന്നി, അയ്യോ സമാധാനം എന്ന് തോന്നിയ നിമിഷം. എല്ലാ ദിവസവും ഷൂട്ട് വരുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. ഇതൊന്ന് ഇറങ്ങിയിട്ട് വേണമെന്ന് ആശ്വസിക്കാം. എനിക്ക് ക്ലൈമാക്സിന്റെ ഷൂട്ട് നമ്മൾ അങ്ങനെ ക്രോണോളജിക്കൽ ഓർഡറിലല്ലല്ലോ ഷൂട്ട് ചെയ്യണേ. ക്ലൈമാക്സിന്റെ ഷൂട്ട് തീർന്നപ്പോൾ എനിക്കൊരു സമാധാനം, ഭയങ്കര ആശ്വാസം. അത് തീർന്നപ്പോഴത്തുള്ളതിനേക്കാളും അത് കണ്ടിട്ട് എല്ലാവരും അത് സേഫ് ആവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് സേഫ് ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു. ഒത്തിരി പെർഫോമൻസ് ഓറിയന്റഡ് പരിപാടിയാണ്. അപ്പൊ അതും നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ ഏരിയ എങ്ങനെ ഇരിക്കുക, കാര്യം അത് സ്ക്രിപ്റ്റ് ആയിട്ട് വായിക്കുമ്പോൾ അതിനകത്ത് ഡ്രാമയുണ്ട്, പരിപാടിയുണ്ട്. പക്ഷെ ഇത് പെർഫോം ചെയ്ത് വരുമ്പോഴേ എന്റെ പരിപാടി നമുക്ക് അറിയുള്ളായിരുന്നു. അപ്പൊ അതും എല്ലാവർക്കും ഇതൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ശരിക്കും എല്ലാരും മറ്റേ ഇനി നമുക്ക് ഇരിക്കാം. ഇൻഫാക്ട് ഈ ഗ്യാങ്ങിലെ ഒരാൾ മിസ്സിംഗ് ആണ്, സുരേഷ് കൃഷ്ണ. പക്ഷേ ഇന്റർവ്യൂസിനൊക്കെ പോയിട്ട് ഞാൻ സൗബിക്കും കൂടെ ഏറ്റവും കൂടുതൽ പറഞ്ഞപ്പോൾ സുരേഷ് ഏട്ടനെ പറ്റിയിട്ടായിരിക്കും. പുള്ളി ഒരു GP എന്ന് പറയുന്ന സാധനമൊക്കെ ഇല്ല. ഇവർ രണ്ടുപേരും കുറിച്ച് കൂടി പറയും, ബിക്കോസ് ഈ ഒരു ഗ്യാങ് ഇൻകംപ്ലീറ്റ് ആണ് റൈറ്റ് നൗ. അല്ല, സുരേഷ് ഏട്ടൻ ശരിക്കും നമ്മളുടെ ഗാങ്ങിലെ ഞാൻ ആദ്യമായിട്ടാണ് സുരേഷ് ഏട്ടനായിട്ട് വർക്ക് ചെയ്യുന്നത്. സൗബിക്കായിട്ടും ഞാൻ ആദ്യമായിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് കുറെ മുമ്പ് കണ്ടുമുട്ടലും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് കുറെ വർഷങ്ങളായിട്ട്. സുരേഷ് ഏട്ടനെ ഞാൻ നമ്മുടെ സിനിമ തുടങ്ങുന്നതിനേക്കാൾ കുറച്ചാൾ മുമ്പാണ് ഒരു ദിവസം ബിജുമേനോൻ അദ്ദേഹത്തിന്റെ അടുത്ത് വെച്ചിട്ടാണ് ഞാൻ പരിചയപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് വന്ന് കൂടുതൽ അടുപ്പം വന്നു കഴിഞ്ഞപ്പോൾ ഞാനും സൗബിക്കൊക്കെ ഇവരോട് എപ്പോഴും ഇവർക്ക് നേരത്തെ അറിയാലോ. ഞാൻ ചോദിച്ചു, ഈ ഇത്ര തങ്കക്കുളമാണോ ഈ മനുഷ്യൻ? ഭയങ്കര പാവമുള്ള പുള്ളിനെ നമ്മൾ മറ്റേ ചോരക്കണ്ണും വില്ലനായിട്ടല്ലേ പുള്ളി പറയുന്നത് എന്നെ ചിരിക്കാൻ സമ്മതിക്കാറുള്ള ആവശ്യം നേരിടും. പക്ഷെ ഈ സിനിമയില് സുരേഷ് ചേട്ടന്റെ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പരിപാടിയായിരിക്കും കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും കാലം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കാവുന്ന സാധനമായിരുന്നു. അല്ല, സുരേഷ് ചേട്ടൻ എപ്പോഴും ഈ ഒരു സൈഡ് നമ്മള് അങ്ങനെ സിനിമയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷെ ഇതാണ് ഒറിജിനൽ പുള്ളി. ഒറിജിനൽ സുരേഷ് ചേട്ടൻ തന്നെ ഭയങ്കര ഫണ്ണാണ്. എപ്പോഴും എല്ലാവരുടെ കൂടെ ചിരിച്ചു കളിച്ച് സന്തോഷിച്ചിരിക്കാൻ ഭയങ്കര അങ്ങനെയുള്ള ആളാ. ഭയങ്കര അടിപൊളി സുഹൃത്ത്. നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സുരേഷ് ചേട്ടനെ വിളിക്കാം. അങ്ങനത്തെ ഒരു ആളാണ്, വലിയ ചേട്ടൻ തന്നെയാണ്. ഭാവന സംതിങ് ടു സേ? No, I thought you. No പറയണ്ട. സൗബികയും ഇത് പറഞ്ഞ പോലെ എന്താണ് അത്, എവിടെയാണ് ഞാൻ മിസ് ചെയ്തത്? ഇത് വെറുതെ ചളി നമ്മിങ്ങനെ സൗബിക്കാണെങ്കിലും ഈ പറഞ്ഞ പാവം എല്ലാ ഇന്റർവ്യൂലും പറയുന്നുണ്ട് പുള്ളിനെ നടത്താൻ കൊണ്ടുപോയതൊക്കെ. ഇവരൊക്കെ ഞാൻ മലയിറങ്ങാൻ കൊണ്ടുപോകും. അതായത് എനിക്ക് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും ചെയ്താൽ മതി. വെയിറ്റ് ട്രെയിനിങ് തന്നെ ചെയ്യണമെന്നില്ല. എൻ്റെ ട്രെയിനർ വന്നിട്ട് ഇന്നെന്താ പരിപാടി? അപ്പൊ നമുക്ക് വെയിറ്റ് ഒന്നും നോക്കാൻ വയ്യ. അപ്പൊ നമ്മൾ മലയുടെ മുകളിൽ പോയിട്ട് സൺറൈസ് കണ്ടാലോ എന്നൊക്കെ പറഞ്ഞിട്ട് സൺറൈസ് കാണാൻ വേണ്ടിട്ട് ഒരു ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ ഇറങ്ങും എല്ലാരും കൂടെ. സുരേഷ് ഞാനും സൗബിയും കൂടെ പോകുന്നത്. കുറച്ച് പോയിട്ട് വഴിയൊക്കെ തെറ്റിട്ട് എങ്ങോട്ടാ പോണെന്ന് ആർക്ക് മനസ്സിലാവും. പിന്നെ സൂര്യൻ വെച്ചൊക്കെ നിങ്ങൾക്ക് അറിയിക്കണം അങ്ങോട്ടായിരിക്കും വഴി. മനസ്സിലാണ് കാട്ടില് നിൽക്കുക. സുരേഷ് അവസാനം എനിക്കൊന്നും വേണ്ട മോനെ, എനിക്ക് എന്റെ ഭാര്യനെ കൊച്ചിനെ കണ്ടാൽ മതി. അവസ്ഥയിലൊക്കെ എനിക്ക് അത്ര ഒരു സതിയാണെന്ന് അറിയാം. അത് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് നടന്നു. അവിടെ കാട്ടിൽ കമ്പം ജില്ലക്കായിട്ട് സുരേഷ് ഏട്ടനെ കുനിഞ്ഞ് നടക്കണം. അല്ലെങ്കിൽ നമുക്ക് നേരെ നടന്നു ചെറിയ ജില്ലയിൽ ഞങ്ങളിങ്ങനെ സുരേഷ് ഏട്ടന് ഇത്രയും പൊക്കമുള്ളതുകൊണ്ട് സുരേഷ് ഏട്ടന് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ചാടാനും വയ്യ, കുനിയാനും വയ്യ, അല്ലാത്ത അവസ്ഥയാണ് സുരേഷ്. അതുപോലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ച നിമിഷം. അത് ഇനി റിലീസ് കഴിഞ്ഞിട്ട് അന്നായിരിക്കും ഞങ്ങൾ എല്ലാവരും കൂടി സന്തോഷിച്ച് കെട്ടിപ്പിടിക്കുന്ന ദിവസം. എല്ലാ പാക്കപ്പുകളെല്ലാം ദുബായ് പാക്കപ്പ് അടിപൊളിയായി. പല ഡെസ്റ്റിനേഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് ലൊക്കേഷൻ ഉണ്ട്. കാശ്മീർ പാക്കപ്പ് നല്ല രസമാണ്. എല്ലായിടത്തും ഷെഡ്യൂൾ പാക്കപ്പ് ആണല്ലോ. അപ്പം ഒരു കൂടലും കെട്ടിപ്പിടിക്കലും നല്ല നല്ല ഈ പടം ഭയങ്കര എൻജോയ് ചെയ്ത് കുറെ അപ്പൊ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്ക് ഞാനും ഉണ്ട്. താങ്ക് യു സോ മച്ച്. Thanks so much for being a part of it. Thanks so much everyone. Thank you.